ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. എല്ലാ പിന്തുണയും ഉറപ്പു നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യോഗ്യകാർത്തയിലെ പ്രംബനൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇന്നലെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുമായുള്ള ജനാധിപത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം 3ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിലും പങ്കെടുക്കുന്ന ശ്രീ മോദി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി, മന്ത്രാലയ സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ 2 ദിവസത്തെ യോഗത്തിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ സന്നിഹിതയായിരുന്നു. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു. 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയത്തിനകം ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. പ്രദേശത്ത് കിടാബർ നായ്ക്കൾ, NDRF, പോലീസ്, ഫയർഫോഴ്സ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത്. എന്നാൽ ഇടയ്ക്കിടെയുണ്ടാകുന്ന മഴ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പ്രദേശത്തെ ആളുകളെയൊക്കെ ഇന്നലെ തന്നെ മാറ്റി പാർപ്പിച്ചിരുന്നു. മീനാക്ഷി പാലത്തിലേക്ക് ഒലിച്ചിറങ്ങിയ മണ്ണുകൾ ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വയനാടിന്റെ ചുമതലയുള്ള മന്ത്രിമാരായ AP അനിൽകുമാർ, T സിദ്ദിഖ് എന്നിവർ ഇന്നലെ തന്നെ രാത്രിയോടെ തന്നെ ഈ പ്രദേശ സന്ദർശനം നടത്തുകയും ഏകോപനം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി VD സതീശനുമായി ഫോണിൽ സംസാരിച്ചു. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിച്ച അദ്ദേഹം സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമായതായി മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. ദുരന്തത്തിൽ 2 രീതിയിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രിസഭാ യോഗത്തിനു ശേഷം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അപകടമുണ്ടായ കാര്യവും അതേ അവസരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഇത് 2 തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കൂ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ഥലത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിലുണ്ടായ വയനാട്ടിൽ ആരോഗ്യവകുപ്പിന്റെ എല്ലാ സേവനങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. മേപ്പാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ലഭ്യമാണ്. പ്രദേശത്ത് ആംബുലൻസും മെഡിക്കൽ ടീമും ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിലുണ്ടായ മണ്ണിടിച്ചിലിൽ ദുരന്തം അങ്ങേയറ്റം വേദനാജനകമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റവർക്കും മരിച്ചവരുടെ കുടുംബത്തിനുമുള്ള സഹായം എത്രയും വേഗം നൽകണമെന്നും BJP എല്ലാ പിന്തുണയും നൽകുമെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ വീഴ്ച സംഭവിച്ചത് ആരുടെ ഭാഗത്തു നിന്നാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ പ്രതികരിച്ചു. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്ര
യാത്രക്കാരും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ശക്തമായ മഴയെ തുടർന്ന് കാരശ്ശേരി പഞ്ചായത്തിലെ പൊതുകിണർ ഇടിഞ്ഞു താഴ്ന്നു. കാരശ്ശേരി കറുത്തപ്പറമ്പ് റോഡിൽ ആയുർവേദ ഹോസ്പിറ്റലിന് സമീപമുള്ള വലിയ കിണറാണ് പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നത്. പുതുപ്പാടി അടിവാരം പൊട്ടിക്കയിൽ തടയണമുക്കിന് സമീപവും കിണറിടിഞ്ഞു. കർണാടക വനത്തിൽ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് കണ്ണൂർ ഉളിക്കൽ വയത്തൂർ പാലത്തിലും മണിക്കടവ് ചാപ്പത്തോട് പാലത്തിലും വെള്ളം കയറി. രാത്രിയോടെ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചെങ്കിലും നിലവിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News TVM X ഹാൻഡിലും ലഭ്യമാണ്. PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അഭിമുഖങ്ങളിൽ മാർക്ക് കൂട്ടി നൽകിയതുൾപ്പെടെയുള്ളവ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. വിവിധ മേഖലകളിൽ എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളും അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി P.K. മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവേ, അർജന്റീന, സ്വിറ്റ്സർലൻഡ് എന്നീ ടീമുകളാണ് അവസാന 8ലേക്ക് മുന്നേറിയത്. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ജൂലൈ 10 വെള്ളിയാഴ്ച രാത്രി 1:30 ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ നേരിടും. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ജൂലൈ 11 ശനിയാഴ്ച രാത്രി 12:30 യൂറോ ജേതാക്കളായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ബ്രസീലിന് തകർത്തു വരുന്ന നോർവേക്ക് കരുത്തരായ ഇംഗ്ലണ്ടാണ് മൂന്നാം ക്വാർട്ടറിൽ എതിരാളികൾ. ജൂലൈ 12 ഞായറാഴ്ച രാത്രി 2:30 മയാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. അർജന്റീന സ്വിറ്റ്സർലൻഡ് നാലാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ജൂലൈ 12 പുലർച്ചെ 6:30 അരങ്ങേറും. ജൂലൈ 15-16 തീയതികളിൽ സെമി ഫൈനലും 19 ലൂസേഴ്സ് ഫൈനലും നടക്കും. ജൂലൈ 20 ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടം. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് ലക്ഷ്യമിടുന്നത്. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ TS പട്ടാഭിരാമൻ ചടങ്ങിൽ അധ്യക്ഷനായി. കോറോ ഹെൽത്തിലെ തൊഴിൽ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കമ്പനിയുമായി വെള്ളിയാഴ്ച ചർച്ച നടത്തുമെന്നും അതുവരെ തൽസ്ഥിതി തുടരണമെന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാത്തത് നിയമവിരുദ്ധ നടപടിയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 538 പോയിന്റ് ഇടിഞ്ഞ് 77,643-ലും നിഫ്റ്റി 165 പോയിന്റ് നഷ്ടത്തിൽ 24,233-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,05,960 രൂപയും ഗ്രാമിന് 13,245 രൂപയുമാണ് ഇന്നത്തെ വില. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച് അപകടമുണ്ടാക്കിയ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു. പ്രയേഷ്, സുമൻ, രാഹുൽ എന്നിവരെയാണ് മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വാഹനമോടിച്ചതിന് സസ്പെൻഡ് ചെയ്തത്. പോലീസ് സംഘത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവതി പിന്തുടർന്ന് തടഞ്ഞതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. KSRTC പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതായി ഉന്നയിച്ച് കോട്ടയം ജില്ലയിൽ ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. ഇന്ന് രാവിലെ നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് മാർച്ച് നടത്തി. മുണ്ടക്കയം ഭാഗങ്ങളിൽ ചില സ്വകാര്യ ബസ്സുകൾ ഒഴികെ എല്ലാ സ്വകാര്യ ബസ് സർവീസുകളും നിർത്തിവച്ചിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. എല്ലാ പിന്തുണയും ഉറപ്പു നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.